ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷ ആഹ്ലാദത്തിമിർപ്പിനിടയിൽ മോദിയെ ഒന്നുമല്ലാതാക്കിക്കൊണ്ട് 3 റെക്കോർഡുകളും ഒറ്റയടിക്ക് വെട്ടിമാറ്റപ്പെട്ടു. രാജ്യ തലസ്ഥാനം വിജയക്കുതിപ്പിൽ മതിമറന്നാടുന്നതിനിടയിലുള്ള ഈ തിരിച്ചടി മോദി ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വേണം പറയാൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാന ഫലവും പുറത്തുവിട്ടപ്പോൾ 27 വർഷത്തെ ചരിത്രം തിരുത്തിയതിന്റെ മോദി ഭരണത്തിന് കീഴിൽ ആദ്യമായി ഡൽഹി BJP തൂത്തുവാരുകയും ചെയ്തപ്പോൾ മോദിക്ക് മാത്രം സത്യം പറഞ്ഞാൽ നിരാശയായിരുന്നു. ഇത് പറയാൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തിളങ്ങിയത് മോദി ഗ്യാരണ്ടിയുമായിരുന്നു. ഇതോടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് പോലും എത്താൻ പറ്റാതെ BJP 2024 തകർന്നടിയുകയും മോദി ഭരണത്തിൽ കോൺഗ്രസിന് ഒരു പ്രതിപക്ഷ കസേരയും കിട്ടിയതൊക്കെ കനത്ത ആഘാതമാണ് BJPക്ക് വരുത്തിയത്. ഇതോടെ അതുവരെ കളത്തിന് പുറത്തായിരുന്ന RSS BJPയുടെ ചരട് തങ്ങളുടെ കൈക്കലാക്കി. അതുവരെ RSSനെ പുറത്താക്കുകയായിരുന്നു BJP. RSS ഒരു സംഘടന മാത്രമാണ്, BJP വലിയൊരു പാർട്ടിയല്ലേ, അതുകൊണ്ട് RSS സഹായമൊന്നും തൽക്കാലം ഞങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു മോദിയും അമിത്ഷായും ഒക്കെ കണക്ക് കൂട്ടിയതും അങ്ങനെയാണ് പ്രവർത്തിച്ചതും. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ ഗ്യാരണ്ടികൾ പൊളിഞ്ഞടുങ്ങിയതിന് പിന്നാലെ RSS നേതാവ് മോഹൻ ഭഗവത് പൊതുവേദിയിൽ തന്നെ ആരും ദൈവമോ ദൈവപുത്രനോ ആവാൻ നോക്കണ്ട എന്ന് പറയുകയും മോദിക്കിട്ട് ആദ്യ അടി കൊടുക്കുകയും ചെയ്തു. ശേഷം ഹരിയാന തെരഞ്ഞെടുപ്പിൽ RSS ഗ്രൗണ്ട് ലെവലിൽ തന്നെ പണി തുടങ്ങി. ഇതോടെ വിജയിക്കാൻ ആവശ്യമായ യാതൊരു രാഷ്ട്രീയ സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും BJP തൂത്തുവാരുകയാണ് ചെയ്തത്. വോട്ടിംഗ് മെഷീനിലെ അട്ടിമറി അവിടെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും BJP ആണ് ഇപ്പോൾ ഹരിയാന ഭരിക്കുന്നത്. എന്നാൽ ഹരിയാന വിജയത്തിന്റെ ക്രെഡിറ്റ് സ്കോർ മോദിക്കോ മോദിയുടെ BJPക്കോ അല്ല, RSSനു മാത്രമാണ്, RSSന്റെ BJPക്കുമാണ്. ഇവിടം കൊണ്ടും RSS നിർത്തിയില്ല. പിന്നീട് നേരെ പോയത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിൽ വീണ്ടും RSS മാജിക്കായിരുന്നു. അവിടെ നിന്നും നിതിൻ ഗഡ്കരി അടക്കം മോദിയോടും അമിത്ഷായോടും മുഖം തിരിച്ചു. താരപ്രചാരകരോടൊപ്പം നിതിൻ ഗഡ്കരി ചേർന്നതേയില്ല. ഇങ്ങനെ അടുത്ത റെക്കോർഡും മഹാരാഷ്ട്ര വഴി മോദിക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് നടന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ കഴിഞ്ഞ ദിവസം ബലം പുറത്തു വന്ന ഡൽഹിയായിരുന്നു. അവിടെ RSS മാത്രമായിരുന്നു കളത്തിൽ. RSS എന്ന എഞ്ചിനായിരുന്നു BJP എന്ന വണ്ടിയെ ഡൽഹിയിൽ ചലിപ്പിച്ചത് എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇതോടെ മൂന്നാമത്തെ റെക്കോർഡും മോദിക്ക് ഇല്ലാതെയായി.